വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് തിരിച്ചടി. കേസ് ED അന്വേഷിക്കും. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. EDക്ക് കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. എസ് ബിനീഷുമൊപ്പം TG സജിത്തും വിവരങ്ങളുമായി ചേർന്നു. ആദ്യം TG സജിത്തിലേക്കാണ്. സജിത്ത്, നമുക്കറിയാം അന്വേഷണ രേഖകൾ EDക്ക് നൽകുന്നത് ഇപ്പോഴത്തെ അന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു SITയുടെ നിലപാട്. ഇപ്പോൾ ഇതാ സർക്കാരിന് തിരിച്ചടിയായി മുഴുവൻ രേഖകളും നൽകാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കോടതി ഉത്തരവിൽ പറയുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SITയുടെ നിർദ്ദേശം അല്ലെങ്കിൽ നിലപാട് തള്ളിക്കൊണ്ടാണ് കോടതിയിൽ നിന്നും തീരുമാനമുണ്ടാവുന്നത്. ഈ കേസിൽ EDയുടെ അന്വേഷണം കൂടി വരുന്നതോടുകൂടി സമാന്തരമായ മറ്റൊരു അന്വേഷണം കൂടിയാണ് ഉണ്ടാവുന്നത്. നിലവിൽ പ്രത്യേകം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിന് സമാന്തരമായി ഉണ്ടാവുന്ന ഒരു നീക്കം കൂടിയാണ്. ഇതിന് പലതരത്തിലുള്ള ധ്രുവങ്ങളുണ്ട്. ഒന്ന് അതിൽ രാഷ്ട്രീയമാണ്, മറ്റൊന്ന് ഇതിൽ ഉണ്ടാവാവുന്ന അന്വേഷണ സംഘത്തിൻ്റെ പുതിയ നീക്കങ്ങളാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഈ സ്വർണ്ണക്കടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിദേശ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പണം ഇടപാടുകൾ ആ തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അന്താരാഷ്ട്ര പുരാവസ്തു ഏജന്റുമാരുടെ ഇടപെടലോ അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ പണം ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ അന്വേഷണം നടക്കേണ്ടത്. പക്ഷേ ഇതിന് മറ്റൊരു രാഷ്ട്രീയ മുഖം കൂടിയുണ്ട്. അത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ടവരെയൊക്കെ ഒരുപക്ഷെ വിളിച്ചു വരുത്താനോ മൊഴിയെടുക്കാനോ ഉള്ള നീക്കങ്ങളാണ്. അത്തരം നീക്കങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാക്കുന്ന പ്രതിസന്ധി വെല്ലുവിളി ചെറുതല്ല. ഇതുകൂടിയാണ് ഈ ED എല്ലാ വാദങ്ങളെയും നിരാകരിച്ചുകൊണ്ടാണ് ഈ അന്വേഷണ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാരണം സമാന്തരമായി പണമല്ലാത്ത മറ്റു വിഷയങ്ങളിലേക്ക് അന്വേഷണം നടക്കുന്നത് നിലവിലുള്ള അന്വേഷണത്തെ ബാധിക്കുമെന്നതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. പക്ഷേ എല്ലാ രേഖകളും EDക്ക് കൈമാറാനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സജിത്ത്, ഈ കള്ളപ്പണം ഇടപാട് മാത്രമേ അന്വേഷിക്കാവൂ എന്ന നിബന്ധനയായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും പക്ഷേ അതിൽ മാത്രം ഒതുങ്ങണമെന്നില്ല അല്ലേ? സാധാരണ രീതിയിൽ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നമുക്കറിയാം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ്. സ്വാഭാവികമായും സാമ്പത്തിക വിഷയങ്ങൾ മാത്രമാണ് അവർ പരിശോധിക്കപ്പെടുന്നത്. പക്ഷേ അതിനപ്പുറമുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള വിളിച്ചുവരുത്തലുകളും നീക്കങ്ങൾക്കുമുള്ള സാധ്യതകളുണ്ടാവും. കാരണം ഇതിൽ മറ്റെന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടോ എന്നത് സാധാരണ രീതിയിൽ EDയുടെ അന്വേഷണ പരിധിയിൽ വരേണ്ട വിഷയമല്ല. പക്ഷേ സ്വാഭാവികമായും അത് നിലവിൽ നടത്തിയ മൊഴിയെടുപ്പും നിലവിൽ അന്വേഷിച്ച ആളുകളിൽ നിന്ന് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുമൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതായത് നിലവിൽ SITയുടെ കസ്റ്റഡിയിലുള്ള ആളുകളെ തന്നെ വീണ്ടും ED അന്വേഷണത്തിൻ്റെ ഭാഗമായി മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യലോ അടക്കമുള്ള നീക്കങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. നിലവിൽ SIT ശേഖരിച്ച മൊഴികളും വിശദാംശങ്ങളുമെല്ലാം EDക്ക് കൂടി കൈമാറണമെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതിന് പുറമേ ആയിരിക്കാം ഒരുപക്ഷെ പുതിയ അന്വേഷണ നീക്കങ്ങൾ. അങ്ങനെ വരികയാണെങ്കിൽ സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇതിനകം തന്നെ ആരോപണ വിധേയരാണ്. അവരെയൊക്കെ ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിളിച്ചു വരുത്താനുള്ള സാധ്യത EDക്കുണ്ട്. അത്തരം നീക്കങ്ങൾക്ക് ED തുനിയുമോ എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. വിനീഷ് കൂടി ചേർന്നു. വിനീഷ്, ED മല്ല കയറുമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്തായാലും അതിനുള്ള ഉത്തരമായിരിക്കുന്നു. EDക്ക് കേസ് അന്വേഷിക്കാൻ സാധിക്കും. വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കോടതി ഉത്തരവിൽ എന്തൊക്കെയാണ് വിനീഷ് പറയുന്നത്? ഒപ്പം എപ്പോഴത്തേക്ക് ഈ അന്വേഷണം ED ആരംഭിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു? ഭവ്യ, അല്പസമയം മുന്നേ ആയിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും SIT അന്വേഷിച്ച FIS അടക്കം ഉള്ള രേഖകൾ EDക്ക് കൈമാറണം എന്നാണ് ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. തുടർന്നാണ് ഇന്ന് അത് വിധി പറഞ്ഞത്. ഈ വാദത്തിൽ തന്നെ കൃത്യമായി മുന്നോട്ട് വെച്ച കാര്യം, ഇതിൽ കള്ളപ്പണ ഇടപാട് ആയി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല, പക്ഷേ സമാന്തര അന്വേഷണം നടത്തുന്നതിൽ തങ്ങൾക്ക് എതിർപ്പുണ്ട് എന്നാണ് SIT മുന്നോട്ട് വെച്ച വാദം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുചോദ്യങ്ങൾ EDയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. ഈ മറുചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ഒരു ഉത്തരം ലഭ്യമായിരിക്കുന്നത്. EDയുടെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ട കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കാര്യമായി നടത്താൻ വേണ്ടി EDക്ക് എല്ലാ രേഖകളും കൈമാറണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഉത്തരവിൽ തന്നെ പറയുന്നത്. എന്തായാലും ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഭവ്യ, കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇതിൻ്റെ കേസ് നടക്കുന്നത്. ഈ വിജിലൻസ് കോടതിയിൽ ആദ്യം ED ഹൈക്കോടതി സമീപിച്ചുവെങ്കിലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് കോടതിയിലേക്ക് ഈ കേസ് വരുന്നത്. അങ്ങനെ ഇതിൻ്റെ പ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നാണ് ഇതിൻ്റെ ഒരു
ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് ഭവ്യ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സജിത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് ED അന്വേഷിക്കുമ്പോൾ ഇതിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ, അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഭവ്യ. TG സജിത്തും ഒപ്പം എസ് വിനീഷുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ.